കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാരം നിങ്ങൾക്കറിയാം, കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. കഥയെന്ന് പറയുമ്പോൾ ഒരു വലിയ കഥയൊന്നുമല്ല, ചെറിയൊരു കഥയാണ്. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം കടന്നു വരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നാടോടി കഥയാണ് പറയാൻ പോകുന്നത്. ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു നാടോടി കഥ. കഥ മാത്രമല്ല, അവസാനം കുറച്ച് വർത്തമാനമൊക്കെ ഉണ്ട്, അതുമൊക്കെ നമുക്ക് കേൾക്കാം. പണ്ട് സൈറാക്കൂസ് എന്ന രാജ്യത്ത് 2 ഉറ്റ സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ഡാമൻ എന്നും പൈത്തിയാസ് എന്നും ആയിരുന്നു അവരുടെ പേരുകൾ. നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിരുന്നു ഇരുവരും. അങ്ങനെയിരിക്കെ ഒരു ദിവസം പൈത്തിയാസിന് സിസിലി എന്ന രാജ്യത്തേക്ക് പോകേണ്ടതായി വന്നു. വിദേശിയായ പൈത്തിയാസിനെ ചാരൻ എന്ന് സംശയിച്ച് സിസിലിയിലെ ഭടന്മാർ പിടികൂടി. പിന്നീട് അയാളെ രാജസന്നിധിയിൽ ഹാജരാക്കി. അക്കാലത്ത് സിസിലി ഭരിച്ചിരുന്നത് ഡയോണീഷ്യസ് എന്നു പേരുള്ള രാജാവായിരുന്നു. വളരെ ക്രൂരമായ ശിക്ഷാ നടപടികളായിരുന്നു ആ രാജാവ് നടപ്പിലാക്കിയിരുന്നത്. അതായത് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ശിക്ഷിക്കുക എന്നുള്ളത് ആ രാജാവിൻ്റെ ഒരു രീതിയായിരുന്നു. ആ രാജാവ് രൗദ്രഭാവത്തിൽ കൽപ്പിച്ചത് ഇങ്ങനെയായിരുന്നു: രാജ്യദ്രോഹിയായ പൈത്തിയാസ് വധിക്കപ്പെടണം. പൈത്തിയാസ് താൻ നിരപരാധിയാണെന്ന് പലവട്ടം രാജാവിനോട് കേണപേക്ഷിച്ചെങ്കിലും അയാളത് ചെവിക്കൊണ്ടില്ല. ശിക്ഷ ഉറപ്പായപ്പോൾ പൈത്തിയാസ് അവസാന ആഗ്രഹമായി കുടുംബാംഗങ്ങളെ കാണണമെന്ന് പറഞ്ഞു. ഡയോണീഷ്യസ് രാജാവ് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു: കുടുംബത്തിലുള്ളവരെയെല്ലാം കണ്ടതിനു ശേഷം നീ മരിക്കാൻ വേണ്ടി ഇവിടെ തിരിച്ചു വരുമോ? നിനക്കതിന് കഴിയില്ല. അപ്പോൾ പൈത്തിയാസ് പറഞ്ഞു: വരും, ഞാൻ തീർച്ചയായും മടങ്ങി വരും. അതിന് എന്തുറപ്പും തരാൻ ഞാൻ തയ്യാറാണ്. ഒടുവിൽ രാജാവ് പറഞ്ഞു: നീ പോയിട്ട് വരുന്നത് വരെ പകരമായി ഒരാളെ ജാമ്യമായി ഇവിടെ നിർത്തിയാൽ നിന്നെ പോകാൻ അനുവദിക്കാം. 10 ദിവസത്തിനകം നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് പകരം അയാളെ ആയിരിക്കും വധിക്കുന്നത്. എൻ്റെ ആത്മമിത്രമായ ഡാമൻ എനിക്ക് വേണ്ടി ജാമ്യം നിൽക്കും, പൈത്തിയാസ് പറഞ്ഞു. പൈത്തിയാസ് ഉടനെ ഡാമൻ ഒരു കത്ത് എഴുതി രാജാവിനെ ഏൽപ്പിച്ചു. ആ കത്തുമായി ഒരു ഭടൻ സൈറാക്കൂസിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ചിരിച്ചുകൊണ്ട് രാജാവ് വീണ്ടും പറഞ്ഞു: പൈത്തിയാസേ, നീ ഒരു മടയൻ തന്നെയാണ്. ജീവൻ പണയം വെക്കാൻ തയ്യാറായി ഒരു സ്നേഹിതനും വരില്ലെന്ന് ആലോചിക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലാതെ പോയല്ലോ. പൈത്തിയാസ് അപ്പോഴും പറഞ്ഞു: ഡാമൻ വരും, എൻ്റെ പ്രിയ സുഹൃത്ത് ഡാമൻ വരും. അതൊരു ഉറച്ച സ്വരമായിരുന്നു. കത്ത് കിട്ടിയ ഉടൻ ഡാമൻ ഏറ്റവും വേഗതയുള്ള ഒരു കുതിരയുടെ പുറത്ത് കയറി രാജസന്നിധിയിലെത്തി. സുഹൃത്തിനു വേണ്ടി ജാമ്യം നിൽക്കാനെത്തിയ ഡാമനെ രാജാവ് സഹതാപത്തോടെ നോക്കിയിട്ട് പറഞ്ഞു: നീ മരിക്കാൻ തീരുമാനിച്ചാണല്ലോ വന്നത്. ഇവൻ 10 ദിവസത്തിനകം മരിക്കാനായി ഇവിടെ വരുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അതിന് മറുപടിയായി ഡാമൻ പറഞ്ഞു: എൻ്റെ സ്നേഹിതനെ എനിക്ക് വിശ്വാസമാണ്. അവന് ജീവനുണ്ടെങ്കിൽ തിരിച്ചെത്തും. അതല്ല, എത്തിയില്ലെങ്കിൽ പോലും അവന് വേണ്ടി മരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ പൈത്തിയാസിനെ മോചിപ്പിച്ചു. ഡാമൻ തടവിലുമായി. പൈത്തിയാസ് പോയിട്ട് 10 ദിവസമായിരിക്കുന്നു. ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ശിക്ഷ നടപ്പിലാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഡയോണീഷ്യസ് ഡാമനെ വധിക്കാൻ കൽപ്പിച്ചു. ഭടന്മാർ ഡാമനെ വധശിക്ഷ നടപ്പിലാക്കുന്നിടത്ത് കൊണ്ടുചെന്ന് നിർത്തി. രാജാവ് പുച്ഛത്തോടെ ഡാമനോട് പറഞ്ഞു: നിന്നോട് ഞാൻ പറഞ്ഞതാണ് അവൻ വരില്ലെന്ന്. പഠിച്ച കള്ളനാണ് അവൻ. നിന്റെ ബുദ്ധിയില്ലാത്ത പെരുമാറ്റത്തിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. അപ്പോൾ ഡാമൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: പൈത്തിയാസിന് വേണ്ടി മരിക്കാൻ സന്തോഷമേ ഉള്ളൂ എന്ന് ഞാൻ മുൻപേ പറഞ്ഞതാണല്ലോ. എനിക്കൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. എൻ്റെ മരണത്തിന് ശേഷം പൈത്തിയാസിനെ ഉപദ്രവിക്കരുത്.
വധശിക്ഷ നടപ്പിലാക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. ഇതുവരെയും പൈത്യാസ് എത്തിച്ചേർന്നിട്ടില്ല. രാജാവിൻ്റെ മുഖത്ത് കരുണയുടെ ഒരു കണിക പോലും കാണുവാനില്ല. എല്ലാവരും സഹതാപത്തോടെ ഡാമിനെ നോക്കി നിന്നു. ഡാമിൻ്റെ കഴുത്തിൽ കൊലക്കയർ വീണു. അയാൾ കണ്ണുകൾ ഇറുകെ അടച്ചു. അത് കാണാനുള്ള കരുത്തില്ലാതെ ആളുകൾ മുഖം തിരിച്ചു. പെട്ടെന്നാണ് സംഭവിച്ചത്. അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പറത്തിക്കൊണ്ട് ഒരു കുതിര പാഞ്ഞു വന്നു. അതിൽ നിന്നും ഡാമിനെ വധിക്കരുത് എന്ന് ഒരലർച്ചയോടെ പറഞ്ഞുകൊണ്ട് പൈത്യാസ് ഒറ്റക്കുതിപ്പിന് കുതിരപ്പുറത്തു നിന്നും ചാടി ഡാമിൻ്റെ കാൽച്ചുവട്ടിലെത്തി. സ്നേഹിതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൈത്യാസ് പറഞ്ഞു, വീട്ടിലെ ചില പ്രശ്നങ്ങൾ കാരണം ഞാൻ അല്പം താമസിച്ചു പോയി. എന്നോട് ക്ഷമിക്കൂ സുഹൃത്തെ. പൈത്യാസ് ഡാമിൻ്റെ കഴുത്തിൽ നിന്നും കൊലക്കയർ ഊരി സ്വന്തം കഴുത്തിൽ അണിഞ്ഞു. താൻ കണ്ട ഈ രംഗം രാജാവിനെ പിടിച്ചുലച്ചു. സാമ്രാജ്യവും സൈന്യങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും തനിക്കുണ്ടെങ്കിലും ഇത്ര ആത്മാർത്ഥയുള്ള ഒരു സുഹൃത്ത് തനിക്കില്ലല്ലോ എന്ന് രാജാവ് ചിന്തിച്ചു. വധശിക്ഷയിൽ നിന്ന് ഡാമിനെയും പൈത്യാസിനെയും ഒഴിവാക്കിയിരിക്കുന്നു, രാജാവ് കൽപ്പിച്ചു. ആ നല്ല സ്നേഹിതന്മാർ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. രാജാവ് അവരെ കെട്ടിപ്പുണർന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായി എന്നെയും കൂടി ഉൾപ്പെടുത്തുക. ഇത്രയുമാണ് കഥ. സൗഹൃദത്തിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് നാം ഇപ്പോൾ കേട്ടത്. നമ്മുടെ ഈ ലോകത്ത് പലപ്പോഴും നല്ല സുഹൃത്തുക്കൾ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമേറിയ ഒരു കടമ്പയാണ്. പല സുഹൃത്തുക്കളും കൂടെ നിന്ന് ചിരിക്കുകയും അപ്പുറത്ത് മാറി പരിഹസിക്കുകയും നിന്ദിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് കൂടുതലും ഉള്ളത്. പലപ്പോഴും ചുറ്റുമുള്ളത് അങ്ങനെയുള്ള വ്യക്തികൾ. മനുഷ്യരെല്ലാം പൊതുവേ അങ്ങനെയാണ്. അപ്പോൾ ഒരു നല്ല സുഹൃത്തെന്ന് പറയുമ്പോൾ അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. നല്ല സുഹൃത്തുക്കളുടെ ഒരു ക്ഷാമം തന്നെ ഉണ്ട്. അതൊരു സത്യം തന്നെയാണ്. അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമൊക്കെയാണ്. പലപ്പോഴും ഒരു സംശയത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും സൗഹൃദ ബന്ധങ്ങളിൽ പതിയാറുണ്ട്. പരസ്പരം സംശയിക്കുകയും വിശ്വസിക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഇയാൾ നമ്മളെ ചതിക്കുമോ, അല്ലെങ്കിൽ ഇയാൾ എന്തായിരിക്കും എന്നെക്കുറിച്ച് പറയുന്നത്, അല്ലേ? അങ്ങനെ ഒട്ടേറെ ചിന്തകളും വിഷമങ്ങളും എപ്പോഴും സൗഹൃദത്തിൽ ഒരു ചോദ്യചിഹ്നം കണക്ക് നിൽക്കാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് ഈ കഥയിൽ ഒരു നല്ലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് കാണിച്ചു തരിക. മരണത്തിലും കൂടെ നിൽക്കുന്ന സുഹൃത്ത്, സുഹൃത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു സുഹൃത്ത്. അപ്പോൾ അതൊക്കെ അവിശ്വസനീയമായി തോന്നും. തീർച്ചയായിട്ടും അതിലാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളെല്ലാം അവിശ്വസിക്കുക, അങ്ങനെ ഒരു സുഹൃത്തുണ്ടോ എന്നൊക്കെ ആലോചിച്ച്. എന്നുവെച്ചാൽ അത്തരം സുഹൃത്തുക്കൾ അപൂർവമാണ്. അപ്പോൾ അതാണ് ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പെട്ടെന്ന് വേറൊരു കാര്യത്തിലോട്ട് കളിക്കുകയാണ്. ഭൂമിക്ക് നാശം വിതച്ച 2 സുഹൃത്തുക്കളുണ്ട്. പണ്ട് 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 അതായത് 6.6 കോടി വർഷം മുമ്പ് ദിനോസറുകളുടെ സമ്പൂർണ്ണ നാശത്തിന് വഴിയൊരുക്കി മെക്സിക്കോയിലെ യുക്കാറ്റാൻ മേഖലയിൽ പതിച്ച ഛിന്നഗ്രഹം ഒറ്റയ്ക്കല്ല വന്നതെന്നാണ് കണ്ടെത്തൽ. വലിപ്പത്തിൽ ചെറുതായ മറ്റൊരു പാറയും ഇതിനൊപ്പമുണ്ടായിരുന്നു. പടിഞ്ഞാറൻ ആഫ്രിക്കൻ തീരത്തു നിന്ന് മാറി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഇത് പതിച്ചെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഒരു വലിയ ഗർത്തവും 800 മീറ്റർ പൊക്കമുള്ള സുനാമിയും ഇത് കാരണം സംഭവിച്ചത്രേ. അതായത് ഒരു സുനാമി സൃഷ്ടിക്കാൻ ഇത് കാരണമായി. നാദിർ ഗർത്തം എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഗർത്തം 2022 പരിവേഷകർ അറ്റ്ലാന്റിക്കിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉദ്ഭവം എങ്ങനെയാണെന്ന് അന്ന് കണക്കാക്കാൻ സാധിച്ചിരുന്നില്ല. 9 കിലോമീറ്റർ ആഴമുള്ളതാണ് ഈ ഗർത്തം. അപ്പോൾ ഈ കഥയോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞതേ ഉള്ളൂ. ഈ കഥയും സൗഹൃദവുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു അല്ലേ, ഒരു ചിന്ന ഗൃഹം ഒറ്റയ്ക്കല്ല വന്നത്, വേറൊരു പാറയും ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന ഒരു കണ്ടെത്തൽ ഞാനിവിടെ അവതരിപ്പിക്കുകയായിരുന്നു. ഇതും സൗഹൃദ കഥയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഈ സൗഹൃദം യഥാർത്ഥത്തിൽ ഭൂമിക്ക് ദോഷമാണ് അല്ലേ ഉണ്ടാക്കിയത്, അല്ലേ? ദിനോസറുകൾ
അപ്രത്യക്ഷമായി ഭൂമിയിൽ നിന്ന്. അത് നിഗമനമാണ്, പത്രങ്ങളൊക്കെ വന്ന ഒരു കണ്ടെത്തലാണ്. ഞാനതൊന്നും ഇവിടെ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. എന്തായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാഗരം ഞാൻ ഇതോടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കഥയും വർത്തമാനവും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വിടവാങ്ങട്ടെ തൽക്കാലത്തേക്ക്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.